പ്രിയപ്പെട്ടവരെ, ഒരാഴ്ചയായി ട്രംപ് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി ഒരുപാട് രാഷ്ട്രങ്ങളെ സഹായത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നു. ചൈനയെ പോലും അമേരിക്ക ഇതിനാവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ചൈന ഈ കാര്യം തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളോട് സഹായത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നു. അതുപോലെ അറബ് രാഷ്ട്രങ്ങളോട് ഞങ്ങളോട് കൂടെ ചേരാൻ വേണ്ടി യുദ്ധത്തിൽ ചേരാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് കേൾക്കാൻ സാധിച്ചത് നെതന്യാഹുവിൽ നിന്നാണ്. ലോകത്തുള്ള മറ്റു രാഷ്ട്രങ്ങളോട് ഇറാനോടൊപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ക്ഷണിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇറാൻ ഇപ്പോൾ ഏകദേശം 3 ആഴ്ചയോളം യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ഒരു രാഷ്ട്രത്തോടും സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, റഷ്യ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യരാഷ്ട്രമാണ്. ഈ യുദ്ധത്തിനിടയിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്, ഞങ്ങൾ എന്തുകൊണ്ട് ഇറാനെ സഹായിക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. പക്ഷെ ഇതുവരെ ഈ നിമിഷം വരെ ഇറാൻ ഞങ്ങളോട് സഹായം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ അവർക്ക് കരുത്തും ആത്മധൈര്യവും ഉണ്ടെങ്കിൽ ഈ രണ്ടാളുകൾക്ക്, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അതുപോലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇപ്പോൾ കാലിടറുന്നുണ്ടോ എന്ന സംശയം. ലോകത്തുള്ള പല രാഷ്ട്രങ്ങളെയും പറ്റുന്നവരൊക്കെ ഓടിവരീൻ എന്ന രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്ന സാഹചര്യം വരാൻ വേണ്ടിയായിരുന്നു ഇവർ ഇറാനുമേൽ യുദ്ധവുമായി മുന്നോട്ട് വന്നത് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇറാൻ സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനർത്ഥമുണ്ട്. കാരണം ഇറാന്റെ മേൽ ഇങ്ങോട്ട് ആക്രമണം നടന്നതിന് തിരിച്ചടിക്കുകയാണ്. പക്ഷെ എന്ത് കണ്ടുകൊണ്ടാണ് ട്രംപും നെതന്യാഹുവും ഇറാനുമേൽ ആക്രമണം അഴിച്ചുവിട്ടത് എന്ന ചോദ്യം പ്രസക്തമാണ്. 4 ദിവസം കൊണ്ട് ഇറാനെ ഒന്നുമല്ലാതാക്കി മാറ്റും. ഇറാന്റെ സൈനിക ശക്തിയെല്ലാം തകർത്ത് കളയും. ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ ഒന്നും അല്ലാതാക്കും. മാത്രമല്ല, ഇറാന്റെ നേതാക്കളെല്ലാം കൊന്നുകളയും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഇസ്രയേലി പൗരന്റെ ഒരു പോസ്റ്റ് വല്ലാതെ എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ നേതൃത്വം ഇപ്പോൾ പറയുന്നത് 80% ഇറാന്റെ നേതൃത്വത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു. ആ ഇറാന്റെ സൈനിക ശക്തി ഏകദേശം 70% ഇല്ലാതാക്കിയിരിക്കുന്നു. ഇറാന്റെ മിസൈൽ ശേഖരങ്ങൾ 80% നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇത് പറയുന്നത്. കഴിഞ്ഞ ദിവസം അതിശക്തമായ രൂപത്തിൽ ഇസ്രയേലിന്റെ അറാദിലും ഡിമോണയിലും ആക്രമണം നടത്തിയ ആ ഒരു ഘട്ടത്തിലാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്കിപ്പോൾ ബാക്കിയായിരിക്കുന്നത് 100% കള്ളം പറയുന്ന നേതാക്കളെയാണ് എന്നാണ്. അതായത് ഈ പറഞ്ഞതെല്ലാം പച്ച കള്ളമാണെന്ന് ഇസ്രയേലിലും അമേരിക്കയിലുമുള്ള സാധാരണ പൗരന്മാർക്ക് വരെ ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇവർ പച്ച കള്ളന്മാരാണ് എന്ന് അവർക്ക് പോലും ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. നിങ്ങളുടെ കുട്ടികളുടെ സ്കൂൾ പഠനം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ തിരക്കുകൾ കുട്ടികളുടെ മദ്രസ പഠനത്തിന് തടസ്സമാകുന്നു എന്നത് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് ത്വയ്ബ അക്കാദമി. ഇതിലൂടെ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായ സമയം തിരഞ്ഞെടുത്ത് ഓൺലൈൻ വഴി മദ്രസ പഠനം ഉറപ്പുവരുത്താൻ. ഇനി ക്ലാസ് എങ്ങനെയായിരിക്കുമെന്നത് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ എങ്കിൽ ഒരു ഫ്രീ ഡെമോ ക്ലാസ്സിന് വേണ്ടി ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.